നമുക്ക് വളരെ മനോഹരമായ ഒരു പ്രണയ കഥ പറയുന്ന എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടായാലും അതേതൊക്കെ മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും തന്റെ കാമുകിയെ അല്ലെങ്കിൽ കാമുകനെ കൂടെ തന്നെ ചേർത്ത് നിർത്തും എന്ന് തെളിയിച്ച് കാണിച്ച സയ്യാറ എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ. സിനിമ തുടങ്ങുമ്പോൾ കഥാനായികയെ വാണിയാണ് കാണിക്കുന്നത്. വാണി കോളേജിൽ പഠിക്കുന്ന സമയത്ത് മഹേഷ് എന്ന പയ്യനുമായി പ്രണയത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ദേ മഹേഷുമായി രജിസ്റ്റർ മാരേജ് ചെയ്യുവാനായി തീരുമാനിച്ചിരിക്കുകയാണ്. വാണിയും മഹേഷും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി വാണിയുടെ വീട്ടുകാർക്ക് നന്നായി അറിയാം. അവരും നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ രജിസ്റ്റർ മാരേജിന് അവർക്ക് പ്രശ്നമൊന്നുമില്ല. വീട്ടുകാരും ഒപ്പം ചെല്ലാമെന്ന് സമ്മതിക്കും. വീട്ടുകാരെത്തും മുൻപ് തന്നെ രജിസ്റ്റർ ഓഫീസിലെത്തി കാര്യങ്ങളെല്ലാം റെഡിയാക്കുകയായിരുന്നു വാണി. അപ്പോഴേക്കും അവളുടെ അച്ഛനും അമ്മയും സഹോദരനും എല്ലാം അവിടേക്കെത്തും. സമയം ഒരുപാടായിട്ടും മഹേഷിനെ കാണുന്നതേയില്ല. ഉടനെ തന്നെ വാണി മഹേഷിനെ ഫോൺ വിളിക്കും. എന്നിട്ട് അവനോട് പറയും, വേഗം വരണം, അടുത്തത് നമ്മുടെ കല്യാണമാണെന്ന്. എന്നാൽ മഹേഷ് ഒരു കൂസലുമില്ലാതെ പറയുന്നുണ്ട്, ഞാനേ ഇപ്പോൾ ഫോറിൻ കൺട്രിയിലേക്ക് പോകുവാനായിട്ട് റെഡിയായി നിൽക്കുകയാ, എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണെന്നും പറയും. അത് കേട്ട് വാണി ഞെട്ടിപ്പോകുന്നു. എന്നിട്ട് അവൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ കമ്പനിയിൽ നിന്നും വിദേശത്തേക്ക് തനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം മഹേഷ് ആണെങ്കിൽ വാണിയോട് പറയുന്നു. അത് കേട്ട് വാണിക്ക് ഒരുപാട് സന്തോഷമാകും. നീ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതല്ലേ ഈ ഒരു പ്രൊമോഷൻ, നീ ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെ നിനക്ക് പ്രൊമോഷൻ കിട്ടിയില്ലേ, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എത്ര നാൾ കാത്തിരിക്കാനും തയ്യാറാ, നീ വിദേശത്തേക്ക് പോയിട്ട് വന്നിട്ട് നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്നും വാണി പറയുന്നു. കാരണം അവന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവൾ അവളുടെ ആ ഒരു കല്യാണം വരെ ത്യാഗം ചെയ്യുകയാണ്. എന്നാൽ അതിന് മറുപടിയായിട്ട് മഹേഷ് പറയുന്നത്, പോയി കഴിഞ്ഞാൽ ഞാൻ തിരികെ വരത്തില്ല, മാത്രമല്ല ഞാൻ മറ്റൊരാളുമായിട്ട് കമ്മിറ്റഡ് ആയിരിക്കുകയാണെന്ന് പറയുന്നു. അത് കേട്ട് വാണി ഞെട്ടുന്നു. മഹേഷിന്റെ ആ ഒരു കമ്പനിയില്ലേ സോൾമേറ്റ്സ് എന്ന് പറയുന്ന ആ കമ്പനിയുടെ ഹെഡിന്റെ മകളുമായിട്ടാണ് അവനിപ്പോൾ കമ്മിറ്റഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവന് പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നതും. പ്രൊമോഷന് വേണ്ടിയിട്ട് അവൻ അവന്റെ യഥാർത്ഥ പ്രണയത്തെ ത്യാഗം ചെയ്ത് മറ്റേ കമ്പനിയുടെ ഹെഡിന്റെ മകളുമായിട്ട് അവൻ പ്രണയത്തിലായിരിക്കുന്നു. ആ മകളെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ഇവന് പ്രൊമോഷൻ. അതിനു വേണ്ടിയിട്ടാണ് അവൻ വാണിയെ നൈസായിട്ട് അങ്ങ് തേച്ചതെന്ന് തന്നെ പറയാം. അതറിഞ്ഞ വാണിയാണെങ്കിൽ തകർന്നു പോകും. തന്നെ തെച്ചിട്ട് കാമുകൻ നാടുവിട്ടു എന്നറിഞ്ഞതോടുകൂടി വാണിയാണെങ്കിൽ അവിടെ വെച്ച് ബോധം കിട്ടു വീഴുകയാണ്. അതെല്ലാം കഴിഞ്ഞ് കുറേ മാസങ്ങൾ കടന്നുപോയി. വീട്ടിൽ തന്നെ അടച്ചിരിക്കുന്ന വാണിയാണ് കാണിക്കുന്നത്. വാണിക്കടുത്തേക്ക് അവളുടെ അമ്മ വരും. നിന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയവന് വേണ്ടിയിട്ട് നീ എന്തിനാ ഇങ്ങനെ നിന്റെ ജീവിതം കളയുന്നത്? അവന്റെ നിന്നെ കളഞ്ഞിട്ട് അവൻ പുതിയ കാമുകിയുമായിട്ട് നല്ല ജോലിയുമായി ഹാപ്പിയായി ജീവിക്കുന്നു. പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? നിനക്ക് ആഗ്രഹവും സ്വപ്നങ്ങളും ഒക്കെ ഇല്ലേ എന്ന് പറഞ്ഞ് അമ്മ അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അമ്മയുടെ ആ വാക്കുകളാണെങ്കിലോ അവൾക്ക് പ്രചോദനമായി. അവൾ വീണ്ടും തന്റെ ജീവിതത്തിലേക്ക് തിരികെ വരുവാനായി തീരുമാനിച്ചു. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ജേർണലിസ്റ്റ് ആവുക എന്നതായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവൾ ഒരു കമ്പനിയിലേക്ക് ഇന്റർവ്യൂവിനായിട്ടും എത്തും. അവൾ എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, എന്റെ ആഗ്രഹം ഒരുപാട് എഴുതണം, എന്റെ എഴുത്തിലൂടെ ഒരുപാട് പേര് എന്നെ അറിയപ്പെടണം, ആ ഒരു എഴുത്തിലൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയണമെന്നും അവൾ അവിടെ പറയുന്നു. അങ്ങനെ അവൾക്ക് ആ ഒരു കമ്പനിയിൽ ജോലി ലഭിക്കുകയാണ്. വാണി ഇന്റർവ്യൂവിന് കയറുന്നതിന് മുൻപ് തന്നെ റോഡിൽ വെച്ച് വാണിയെ ക്രോസ് ചെയ്തൊരു പയ്യൻ പോകുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ കഥാനായകനായിരുന്നു. അവന്റെ പേരാണ് ക്രിഷ്. ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വാണി പുറത്തേക്ക് വരുന്ന സമയത്ത് അവളുടെ മുന്നിലേക്ക് ക്രിഷ് വരും. എന്നിട്ട് വാണിയുടെ ഒരു ഡയറി ആണെങ്കിൽ അന്നേരം മിസ്സായി പോയിരുന്നു. ആ ഡയറി അവളുടെ കയ്യിൽ ഏൽപ്പിക്കും. അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നു. നിങ്ങളുടെ പേരെന്താ എന്ന് അവൾ ചോദിക്കുന്ന സമയത്ത്, എന്റെ പേരെന്താണെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞ് ക്രിഷ് ഉടനെ തന്നെ മുകളിലേക്ക് പോകുന്നു. വാണിയെ ഇന്റർവ്യൂ എടുത്ത ആളില്ലേ, ആ ആളിനെ പോയി ഒരുപാട് തല്ലും. എന്നിട്ടവനാണെങ്കിൽ അയാളെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. നിനക്ക് എന്റെ പേരറിയത്തില്ലേ, പിന്നെ നീ എന്തുകൊണ്ട് എന്റെ പേര് കൊടുത്തില്ല എന്ന് പറഞ്ഞാണ് അവൻ തല്ലുന്നതും. കാരണം എന്തെന്നാൽ ഈ ക്രിഷും അവന്റെ കൂട്ടുകാരും ചേർന്ന് ഒരു മ്യൂസിക് ബാൻഡ് നടത്തുന്നുണ്ട്. ഇവരുടെ മ്യൂസിക് ബാൻഡിനെ കുറിച്ച് വാണി ഇപ്പോൾ ഇന്റർവ്യൂവിന് വന്ന ന്യൂസ് ചാനലിലെ ആ ചാനലാണെങ്കിൽ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. എന്നാൽ അതിൽ ക്രിഷിന്റെ പേരിന് പകരം മെയിൻ ലീഡായിട്ട് മറ്റൊരാളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അതും ആ പയ്യന്റെ അച്ഛന്റെ ഇൻഫ്ലുവൻസ് കാരണമാണ് ഇവർ ആ പയ്യന്റെ പേര് കൊടുത്തതും ക്രിഷിന്റെ പേര് ഒഴിവാക്കിയതും. അതറിഞ്ഞ ക്രിഷ് ആണെങ്കിൽ നേരെ വന്നിട്ട് റിപ്പോർട്ട് എഴുതിയവനിട്ടാണ് നല്ലത് കൊടുക്കുന്നതും. നിനക്ക് എന്റെ പേരറിയത്തില്ലേടാ, എന്റെ പേരാണ് ക്രിഷ്, ഇപ്പോൾ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചാണ് ഒരുപാട് തല്ലുന്നതും. അവർ കഷ്ടപ്പെട്ടാണ് ആ ഒരു മ്യൂസിക് ബാൻഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. എന്നിട്ട് കഷ്ടപ്പാടെല്ലാം വേറൊരുത്തൻ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സഹിക്കുമോ?
അവിടെ നിന്നിറങ്ങി കൃഷ് നേരെ വരുന്നത് ഏത് പയ്യന്റെ പേരാണോ ചേർത്തിരുന്നത് ആ പയ്യന്റെ അടുത്തേക്കാണ്. അവനടുത്ത് വന്ന് കൃഷ് ആണെങ്കിൽ ഒരുപാട് പ്രശ്നമുണ്ടാക്കും. അതിനുശേഷം തന്റെ കൂട്ടുകാരോടൊപ്പം ചേർന്ന് ഒരു മ്യൂസിക് ബാൻഡ് ആരംഭിച്ചല്ലോ. കൂട്ടുകാരുമായിട്ടും പ്രശ്നമുണ്ടാക്കി അവൻ ആ ഒരു ബാൻഡിൽ നിന്നും പിരിഞ്ഞു പോവുകയാണ്. എന്നിട്ട് പിന്നീട് സ്വന്തമായിട്ടാണ് അവൻ ഓരോ പാട്ടുകളും പാടുന്നതും ഓരോ മ്യൂസിക് ഷോയിലും പങ്കെടുക്കുന്നതും. എന്നാൽ ഇവൻ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഇവന്റെ കൂട്ടുകാരനായ കെവിനുണ്ട്. ബാക്കിയുള്ള കൂട്ടുകാർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കെവിനാണ് ഏറ്റവും കൂടുതൽ കൃഷിനെ സപ്പോർട്ട് ചെയ്യുന്നതും അവന്റെ കൂടെ നിൽക്കുന്നതും. കാരണം കെവിന് നന്നായിട്ട് അറിയാം എന്താണ് കൃഷിന്റെ കഴിവെന്ന്. ആ ഒരു കഴിവ് മനസ്സിലാക്കിക്കൊണ്ടാണ് അവനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് തന്നെയും. കൃഷിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ലോകമറിയുന്ന ഒരു പോപ്പ് ഗായകനാവുക. അത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് ഭ്രാന്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കൃഷ്. കൃഷിന്റെ ഗാനങ്ങൾക്കൊക്കെ ഒരുപാട് ആരാധകരുണ്ട്. അവനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. മ്യൂസിക് ബാൻഡ് വിട്ട് പുറത്തു വന്നെങ്കിലും അവൻ ഒറ്റയ്ക്കാണല്ലോ ഇപ്പോൾ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നത്. പ്രിൻസ് എന്നൊരു വലിയൊരു പോപ്പ് ഗായകനുണ്ട്. അവനാണെങ്കിലോ മില്യൺസ് കണക്കാണ് ഫോളോവേഴ്സ് ഉള്ളത് പോലും. അങ്ങനെ ഒരു പ്രിൻസുമായിട്ട് കൊളാബ് ചെയ്യുവാനായിട്ടാണ് കൃഷി തീരുമാനിച്ചിരിക്കുന്നതും. ഉടനെ തന്നെ പ്രിൻസ് ഒരു ലൈവ് കോൺസെർട്ട് നടത്താൻ പോവുകയാണ്. അതിൽ കൃഷും പങ്കെടുക്കുന്നുണ്ട്. കൃഷിനോട് നല്ലൊരു സോങ് കമ്പോസ് ചെയ്യുവാനായും പ്രിൻസ് പറയും. അതിന്റെ തിരക്കിലായിരുന്നു കൃഷ്. അതേസമയം തന്നെയായിരുന്നു കൃഷിനെ ഇന്റർവ്യൂ എടുക്കുവാനായിട്ട് നമ്മുടെ കഥാനായികയായ വാണി അവിടേക്ക് വരുന്നതും. വാണിയോട് ഒരുപാട് കാര്യങ്ങൾ അവൻ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. എന്നാൽ വാണിക്കാണെങ്കിലോ ഈ ഒരു മ്യൂസിക്കിന്റെ ലോകം ഒരു പുതുമ തന്നെയായിരുന്നു. അവളെല്ലാം അത്ഭുതത്തോടെയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നതും. ഇന്റർവ്യൂ കഴിഞ്ഞ് കൃഷി വീണ്ടും പാട്ട് കമ്പോസ് ചെയ്യുന്നതിന്റെ തിരക്കിലേക്ക് പോയി. വാണിയുമാണെങ്കിലോ അവളുടെ ഡയറി മിസ് ചെയ്തിരിക്കുകയാണ്. ആ ഡയറി കിട്ടുന്നത് കൃഷിനും. കൃഷ ഡയറി ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് അതിലൊരു മനോഹരമായ പ്രണയ കവിത അവൻ വായിച്ചു നോക്കുന്നു. അവനത് ഒരുപാട് ഇഷ്ടമായി. ഉടനെ തന്നെ താനാണെങ്കിൽ പാട്ട് കമ്പോസ് ചെയ്യുന്ന തിരക്കിലല്ലേ വാണി എഴുതി വെച്ചിരുന്ന ആ ഒരു കവിത എടുത്ത് അവനങ്ങ് ഒരു മ്യൂസിക് ഒക്കെ കമ്പോസ് ചെയ്ത് അങ്ങ് പാടുവാനായും തുടങ്ങി. അത് കേട്ടതും പ്രിൻസിന് ഒരുപാട് ഇഷ്ടമായി. പക്ഷേ ഡയറിയിൽ കവിത കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും കൃഷി തന്റേതായ രീതിയിൽ ആ ഒരു കവിത പാടുന്നു. അത് കേൾക്കുന്ന പ്രിൻസിന് ഒരുപാട് ഇഷ്ടമായി. കൊള്ളാമല്ലോ ഇത്, ഈ 2 വരി മാത്രമേ ഉള്ളൂ, ബാക്കി എന്താ കംപ്ലീറ്റ് ചെയ്തതെന്ന് പ്രിൻസ് ചോദിക്കും. എന്നാൽ കൃഷാണെങ്കിൽ നേരെ വാണിയെ ചൂണ്ട് കാണിച്ചിട്ട്, ദേ ആ നിൽക്കുന്ന പെൺകുട്ടിയാ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ഇത് അവളുടെ കവിതയാണെന്നും കൃഷി പറയുന്നു. ഉടനെ തന്നെ പ്രിൻസ് വാണിക്കടുത്തെത്തിയിട്ട് ഈ ഒരു ലിറിക്സ് നീ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മീഡിയ കമ്പനിക്ക് ഞാൻ ഇന്റർവ്യൂ തരാമെന്നും പ്രിൻസ് സമ്മതിക്കുന്നു. ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു പോപ്പ് ഗായകൻ, അതും ലോകം മുഴുവൻ അറിയപ്പെടുന്ന പോപ്പ് ഗായകൻ ഇവരുടെ ചെറിയ ന്യൂസ് ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കാൻ തയ്യാറായതിൽ അവരുടെ മീഡിയ കമ്പനിക്ക് തന്നെ ഒരുപാട് സന്തോഷമാകും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നീ അവർക്ക് ആ ഒരു ലിറിക്സ് കംപ്ലീറ്റ് ആക്കി കൊടുക്കുവാനായിട്ടും ആ ഒരു കമ്പനി ഹെഡ് വാണിയോട് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ വാണിയാണെങ്കിൽ സ്റ്റുഡിയോയിലേക്ക് എത്തുകയാണ്. അവൾ എത്ര തന്നെ ലിറിക്സ് എഴുതുവാനായി നോക്കിയിട്ടും അവളെ കൊണ്ട് പറ്റുന്നതേയില്ല. അവൾക്ക് പാട്ട് എഴുതുവാൻ പറ്റിയ ആംബിയൻസ് അവിടെ കിട്ടുന്നില്ല. അതെല്ലാം കാണുന്ന കൃഷ് ആണെങ്കിൽ, എന്താ നിനക്ക് കംപ്ലീറ്റ് ചെയ്യുവാനായും പറ്റുന്നില്ലേ? ഓരോ മണിക്കൂറിന് ലക്ഷങ്ങൾ മുടക്കുന്ന സ്റ്റുഡിയോയായത്. ഇവിടെ ഇരുന്ന ഒരുപാട് വലിയ വലിയ ഗാനങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളതും. അങ്ങനെയുള്ള സ്ഥലം നിനക്ക് പറ്റുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, എനിക്ക് പഴയ ഓർമ്മകളിലൊക്കെ പോകണം, എനിക്ക് പാട്ടെഴുതുവാനുള്ള മോട്ടിവേഷൻ കിട്ടണം, അങ്ങനെയുള്ള സ്ഥലത്തിരുന്നാൽ മാത്രമേ എനിക്ക് ലിറിക്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂ എന്നും വാണി പറയുന്നു. അത് കേട്ട കൃഷ് ആണെങ്കിലോ, ഒരു കാര്യം ചെയ്യാം, നിന്നെ ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം. ഞാൻ ഏറ്റവും കൂടുതൽ ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത്, ഞാൻ അവിടെ പോയി നിൽക്കുന്ന സമയത്താ എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞ് അവൻ നേരെ ഒരു ക്രിക്കറ്റ് നടക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോകും. ആ സ്റ്റേഡിയത്തിന്റെ മധ്യത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ക്രിക്കറ്റ് കളി കാണുമ്പോൾ ആ ഒരു ഇഷ്ടമുള്ള പ്ലെയറിന്റെ പേര് പറഞ്ഞ് കൈയടിക്കില്ലേ, അതൊക്കെയാണ് അവന് ഓർമ്മ വരുന്നതും. ഒരുപാട് കൈയടികളെല്ലാം അവന്റെ ചെവിയിൽ കേട്ടുകൊണ്ടേയിരിക്കും. അതവനൊരു മോട്ടിവേഷനാണ് തരുന്നത്. ആ ഒരു കാര്യമെല്ലാം അവൻ വാണിയോട് പറയുന്നു. അവന്റെ ഒരുപാട് മോട്ടിവേഷൻ കഥകളെല്ലാം കേട്ട് വാണിക്ക് മോട്ടിവേഷനായി. വാണി അവിടെ ഇരുന്ന് വളരെ മനോഹരമായിട്ടുള്ള കവിത ഇങ്ങനെ രചിക്കും. ആ ഒരു ലിറിക്സ് അവൾ അങ്ങനെ കംപ്ലീറ്റ് ആക്കുന്നു. വാണി എഴുതിയ ഒരു പാട്ട് കൃഷി പാടി നോക്കും. എന്നിട്ടത് പ്രിൻസിനും പാടി കേൾപ്പിക്കും. പ്രിൻസിന് ഒരുപാട് ഇഷ്ടമായി. എന്നാൽ അത് കേട്ടുകൊണ്ടുന്ന പ്രിൻസിന്റെ മാനേജർ പറയുന്നത്, ഇതെങ്ങനെ ശരിയാകും? നിങ്ങളിൽ നിന്നും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരു റാപ്പ് സോങ് അല്ലേ, ഇത് റാപ്പ് സോങ് അല്ലല്ലോ, പിന്നെ എങ്ങനെ ഇത് ശരിയാകാനാ എന്ന് മാനേജർ പറയുന്നു. അത് കേട്ട് പ്രിൻസ് ആണെങ്കിലോ ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണമെന്നും കൃഷിനോട് പറയും. സാധാരണ കൃഷിനോട് താൻ എഴുതിക്കൊണ്ടുവരുന്ന പാട്ടിന് ആരെങ്കിലും എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് വല്ലാതെ ദേഷ്യം വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ അവനൊരു ദേഷ്യവും വന്നില്ല. അവനൊന്നും മിണ്ടാതെ നിന്നിട്ട് എല്ലാം റെഡിയാക്കാമെന്ന് പറയുന്നു.
അത് കേട്ട വാണി പറയുന്നത്, ഒരാഴ്ച എടുത്തില്ലേ നമ്മളിതെല്ലാം ശരിയാക്കുവാൻ വേണ്ടിയിട്ട്, എന്നിട്ട് എന്തുകൊണ്ടാ ഈ ഒരു പാട്ട് വേണ്ട എന്ന് പറയുന്നത്? നീ അങ്ങനെ ചെയ്യരുതെന്നും കൃഷിനോട് പറയുന്നു. എന്നാൽ കൃഷി പറയുന്നത്, എനിക്കങ്ങനെ ഒന്നും ചെയ്യാനായി പറ്റത്തില്ല. കാരണം ഈ ഒരു ഫീൽഡിൽ എനിക്ക് നിൽക്കണം. എനിക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ഞാൻ എന്തെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു അവസരം നഷ്ടമാകും. അതിനെനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യവും അവൻ പറയുന്നു. അതേ സമയത്തായിരുന്നു കൃഷിനെ കുറച്ച് പോലീസുകാർ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതും. കാരണം കൃഷിന്റെ അച്ഛനാണെങ്കിലോ മദ്യപിച്ച് വഴിയിൽ കിടന്ന് വല്ലാത്ത പ്രശ്നമുണ്ടാക്കുന്നു. അതിനാണ് അവനെയും കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നതും. അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കൃഷിന്റെ അച്ഛനാണെങ്കിലോ ഒരു പൂർണ്ണ മദ്യപാനിയാണ്. ഇതിപ്പോൾ 4ാമത്തെ തവണയാണ് മദ്യപിച്ചിങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നതും. കൃഷിന്റെ അമ്മ എന്ന് മരിച്ചോ അന്ന് മുതലാണ് അച്ഛൻ ഇങ്ങനെ ആയതും. പോലീസുകാരാണെങ്കിൽ അച്ഛനെ വാൺ ചെയ്ത് കൃഷിനൊപ്പം പറഞ്ഞു വിടുകയാണ്. കൃഷി അച്ഛനെ ഒരുപാട് വഴക്ക് പറയും. എന്നിട്ട് അവന്റെ കയ്യിലിരുന്ന മുഴുവൻ കാശും അച്ഛന് മേൽ വാരി എറിഞ്ഞിട്ട്, ദാ ഇത് കൊണ്ടുപോയി എത്ര വേണമെങ്കിലും കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും. ഇതെല്ലാം വാണി കാണുന്നുണ്ടായിരുന്നു. അവൻ നേരെ പോകുന്നത് അവന് എപ്പോൾ വിഷമം വന്നാലും പോയി നിൽക്കാറുള്ള ആ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ അവിടേക്കാണ് അവൻ പോകുന്നതും. അവിടെ വെച്ച് അവൻ ഒരുപാട് അലറി കരയുന്നു. അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും ലൈഫിൽ ജയിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഇതുപോലുള്ള ഓരോ പ്രശ്നങ്ങൾ കാരണം അവനെ അത് പിന്നോട്ട് വലിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിന്ന വാണിയാണെങ്കിൽ കൃഷിനടുത്തെത്തിയിട്ട് അവനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും. ഈ ഒരു കാരണം കൊണ്ടൊന്നും നീ തളർന്നു പോകരുത്. നീ ഇതിൽ നിന്നെല്ലാം പുറത്തു വരണം. എഴുതാൻ മടിച്ചു നിന്ന് എന്നെ വീണ്ടും എഴുത്തിലേക്ക് കൊണ്ടുവന്നതും എന്നെ ചിരിക്കാൻ പഠിപ്പിച്ചതും ചിന്തിക്കാൻ പഠിപ്പിച്ചതും എല്ലാം നീയാണ്. അങ്ങനെയുള്ള നീ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് എനിക്ക് സഹിക്കത്തില്ല. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ആ ഒരു സോങ് കംപ്ലീറ്റ് ചെയ്യാം. അവരെങ്ങനെ വേണമെന്ന് പറഞ്ഞോ അങ്ങനെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാം. നീ വീണ്ടും പഴയതുപോലെ ആകണം. നിനക്ക് ജയിക്കണം. നിനക്ക് ഒരുപാട് ഡ്രീം ഉണ്ട്. അതെല്ലാം നീ ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യമെല്ലാം അവൾ പറയുന്നു. എന്നിട്ട് വാണി അവളുടെ പാസ്റ്റ് ലൈഫിൽ നടന്ന അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് അവളെ ചീറ്റ് ചെയ്തിട്ട് പോയ കാര്യങ്ങളെല്ലാം അവനോട് തുറന്നു പറയുന്നു. ഇതിൽ നിന്നെല്ലാം ഞാൻ പുറത്തു വന്ന് ഇന്ന് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാൻ കാരണം നീയാ. നീ പഴയതുപോലെ ആകണം. നമുക്ക് വീണ്ടും ആ ഒരു സോങ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിന്റെ അച്ഛനെ പോയി കാണണമെന്നെല്ലാം അവൾ അവനോട് പറയുന്നു. അതിനുശേഷം കൃഷി നേരെ തന്റെ അച്ഛനെ കാണുവാനായി പോകും. അച്ഛനൊരു ബാറിലിരുന്ന് മദ്യപിക്കുകയാണ്. മദ്യപിക്കുക മാത്രമല്ല, അവിടെ ആരുടെ പേഴ്സ് മോഷ്ടിച്ചെന്ന് പറഞ്ഞ് അവിടെയുള്ളവരെല്ലാവരും ചേർന്ന് അച്ഛനെ തല്ലുകയായിരുന്നു. അതിൽ നിന്നെല്ലാം അച്ഛനെ രക്ഷിച്ച കൃഷിയാണെങ്കിൽ നേരെ അച്ഛനെയും കൊണ്ടുവന്നത് ഒരു ഡി അഡിക്ഷൻ സെന്ററിലേക്കാണ്. അച്ഛന് ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ കുറേ ലക്ഷങ്ങൾ ചിലവാകും. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു നിൽക്കുകയാണ്. അവന്റെ കയ്യിലാണെങ്കിലോ അത്രയ്ക്കും കാശൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വാണിയോടൊപ്പം ചേർന്ന് പുതുതായിട്ട് അവൻ ആ ഒരു സോങ് കമ്പോസ് ചെയ്തില്ലേ, ആ സോങ് കൊണ്ടുവന്ന് പ്രിൻസിന് വിൽക്കും. എന്നിട്ട് എഗ്രിമെന്റും സൈൻ ചെയ്ത് ലക്ഷങ്ങളും എണ്ണി വാങ്ങിയാണ് അവിടെ നിന്ന് പോകുന്നത്. അതും അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. എന്നാൽ ഈ പ്രിൻസ് കൃഷിന് ക്രെഡിറ്റ് കൊടുത്തിട്ടില്ല. മാത്രമല്ല കൃഷിന്റെ പേര് ഒരു സ്ഥലത്ത് പോലും ഉൾക്കൊള്ളിച്ചിട്ടേയില്ല. അതെല്ലാം കൃഷിന് മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല ലൈവ് കോൺസെർട്ട് നടക്കുകയാണ്. ആ കോൺസെർട്ടിൽ പ്രിൻസ് ആണെങ്കിൽ ആ പാട്ട് പാടും. എന്നാൽ താൻ കമ്പോസ് ചെയ്ത ആ ഒരു പാട്ട് പ്രിൻസ് സ്റ്റേജിൽ നിന്ന് പാടുന്നതെല്ലാം പുറത്ത് സാധാരണ ജനങ്ങളെ പോലെ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കൃഷി. അവൻ ചിന്തിക്കും, തനിക്ക് ലഭിക്കേണ്ട ആ ഒരു അംഗീകാരവും പ്രശസ്തിയും എല്ലാമാണല്ലോ ആ പ്രിൻസ് കൊണ്ടുപോകുന്നതെന്ന്. എന്നാലും അവൻ സങ്കടത്തോടെ അതെല്ലാം ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ഥലത്തേക്കാണ് വാണി കടന്നു വരുന്നതും. വാണിക്ക് മനസ്സിലായി അവൻ വല്ലാത്തൊരവസ്ഥയിൽ തകർന്നു നിൽക്കുകയാണെന്ന്. തകർന്നു നിൽക്കുന്ന കൃഷിന്റെ കൈ പിടിക്കുകയാണ് വാണി. അവിടെ നിന്നും അവരുടെ ലവ് സ്റ്റാർട്ടാവുകയാണ്. വാണിയുമായി പ്രണയത്തിലായതിനു ശേഷം കൃഷ് ഒരുപാട് ഹാപ്പിയായിരുന്നു. അവൻ അവന്റെ ലൈഫിൽ എന്തൊക്കെ കാര്യം അച്ചീവ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് അതെല്ലാം വാണിയോട് തുറന്നു പറയും. അപ്പോൾ വാണി പറയുന്നത്, ഇതൊന്നും നിനക്ക് ഒറ്റയ്ക്ക് സാധിക്കത്തില്ല. നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ, ഇന്ത്യൻ മ്യൂസിക് ബാൻഡ്. അതിൽ നീ വീണ്ടും പോയി റീജോയിൻ ചെയ്യണം. എന്നിട്ട് അവരോടൊപ്പം ചേർന്ന് വീണ്ടും പഴയതുപോലെ തന്നെ സോങ് ഒക്കെ കമ്പോസ് ചെയ്യണം എന്നുള്ള കാര്യവും വാണി പറയുന്നു. വാണി പറയുന്ന അഡ്വൈസ് എല്ലാം കൃഷി കേൾക്കും. അങ്ങനെ കൃഷി തന്റെ പഴയ ഫ്രണ്ട്സിനോടൊപ്പം വീണ്ടും റീജോയിൻ ചെയ്യുകയാണ്. എന്നിട്ട് അവർ പഴയതുപോലെ തന്നെ വീണ്ടും പാട്ടൊക്കെ കമ്പോസ് ചെയ്ത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നു. അവരുടെ യൂട്യൂബ് ചാനലും അവരുടെ പാട്ടുമൊക്കെ വലിയ ഹിറ്റാവുകയാണ്. അവരുടെ ലൈഫ് സന്തോഷകരമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഒരു ദിവസം വാണിയെ ഡ്രോപ്പ് ചെയ്യുവാനായിട്ട് അവളുടെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു കൃഷ്. അവൾ മറ്റൊരുത്തന്റെ ബൈക്കിൽ വന്നിറങ്ങുന്നത് അവളുടെ അച്ഛനും അമ്മയും ഒക്കെ കാണുന്നു. വാണി വീട്ടിലേക്ക് കയറി ചെന്നതും അമ്മ ചോദിക്കുന്നുണ്ട്, ഈ ഇടയ്ക്കല്ലേ നീ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തു വന്നത്? അതിൽ കിട്ടിയ പണിയെല്ലാം നീ മറന്നുപോയോ? വീണ്ടും ഒരു റിലേഷൻഷിപ്പിൽ ചെന്നിട്ട് നീ കരയുന്നത് കാണാൻ ഞങ്ങൾക്ക് വയ്യ. ഇങ്ങനെയുള്ള പയ്യന്മാരെയൊന്നും വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞ്
അമ്മ വാണിയെ ഒരുപാട് വഴക്ക് പറയും. അമ്മ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്ന വാണിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വീഴുന്നു. അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം പുറത്തുനിന്ന് കൃഷ് കാണുന്നുണ്ടായിരുന്നു. എന്നാൽ വാണിയെ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ടുപോകും. അവളെ കൊണ്ടുവന്ന് അഡ്മിറ്റും ചെയ്യുന്നു. പുറത്തു നിൽക്കുന്ന കൃഷിനടുത്ത് അമ്മ ചോദിക്കും, നീ അവളെ ചതിക്കില്ലല്ലോ? അവൾ ഒരു റിലേഷൻഷിപ്പിലെ പ്രശ്നത്തിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നതേയുള്ളൂ. എന്റെ മകൾക്ക് എല്ലാം താങ്ങാനൊന്നും പറ്റത്തില്ല. നീ അവളെ ചതിക്കില്ലല്ലോ? അവളെ കൈവിടില്ലല്ലോ എന്നൊക്കെ അവനോട് ചോദിക്കുന്നു. അതിനവൻ മറുപടി ഒന്നും കൊടുക്കുന്നില്ല. എന്നിട്ട് ഉടനെ തന്നെ വാണിയെ കാണുവാനായിട്ട് അകത്തേക്ക് കയറിയിട്ട് അവളോട് ചോദിക്കും, നമുക്ക് വിവാഹം കഴിക്കാം. അതിനവൾ മറുപടി പറയുന്നത്, എന്താ എന്റെ അമ്മ വല്ലതും പറഞ്ഞോ? പക്ഷെ അപ്പോഴും കൃഷ് നമുക്ക് വിവാഹം കഴിക്കാം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും വേണ്ട. ഇപ്പോൾ ആദ്യം വേണ്ടത് നിന്റെ ആഗ്രഹങ്ങളെല്ലാം നീ നേടിയെടുക്കുക. നീ ആഗ്രഹിച്ചതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടുകാരനാവുക. അത് നീ ആദ്യം ചെയ്യണമെന്നും അവൾ അവനോട് പറയുന്നു. അങ്ങനെ കൃഷാണെങ്കിലോ കൂട്ടുകാരോടൊപ്പം ചേർന്ന് ഒരു ട്രാവൽ സോങ് കമ്പോസ് ചെയ്യുവാനായി പോവുകയാണ്. ഗോവയിൽ വെച്ചൊരു കോൺസെർട്ട് നടത്തണമെന്നാണ് അവരുടെ ആഗ്രഹവും. അതിനു വേണ്ടിയിട്ട് ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയം കൃഷിന്റെ ഫാൻസ് എല്ലാവരും ബസ്സിനെ വളയുന്നു. അത് കണ്ട് കൃഷും കൂട്ടുകാരും എല്ലാവരും ഞെട്ടുകയാണ്. കൃഷി ഉടനെ തന്നെ ബസ്സിന് മുകളിൽ കയറുന്നു നോക്കുമ്പോൾ ഒരുപാട് ജനങ്ങൾ അവനെ കാണുവാനായി എത്തിയിട്ടുണ്ട്. എല്ലാവരും അവന്റെ പേര് തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് കൃഷി ചിന്തിക്കുന്നത്. സത്യത്തിൽ കൃഷിന്റെ കൂട്ടുകാരനാണെങ്കിൽ അവൻ പാടുന്ന പാട്ടെല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതെല്ലാം ബില്യൺസ് കണക്കിന് വ്യൂസ് ആണ് കിട്ടിയിരിക്കുന്നതും. ഇപ്പോൾ അവൻ ഗോവയിലേക്ക് വരുന്നതറിഞ്ഞ് ഗോവയിലുള്ള അവന്റെ ഫാൻസ് എല്ലാവരും ചേർന്ന് അവനെ പൊതിഞ്ഞിരിക്കുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് നമ്മുടെ വാണിക്ക് ട്രീറ്റ്മെന്റ് നടക്കുന്നു. ഡോക്ടറാണെങ്കിൽ വാണിയോട് കുറച്ച് കാര്യങ്ങൾ പറയും. അതവളെ ഞെട്ടിപ്പിക്കുന്ന കുറെ വാർത്തകളായിരുന്നു. എന്തെന്നാൽ വാണിക്ക് അൽഷൈമർ രോഗം ബാധിച്ചിരിക്കുകയാണ്. ഏകദേശം 10-65 വയസ്സിൽ വരേണ്ട രോഗമാണ് ഇപ്പോൾ ഇവൾക്ക് വന്നിരിക്കുന്നതും. ഈയൊരു രോഗം 10-17 വയസ്സുള്ള ഒരു പെൺകുട്ടിക്കും സ്ഥിരീകരിച്ചതാ. അതിനുശേഷം ദേ ഇപ്പോഴാ. നീ ഈ ഒരു കാര്യം നിന്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയണം. കാരണം കുറച്ചുനാൾ കഴിയുമ്പോൾ പതിയെ പതിയെ നീ എല്ലാവരെയും മറക്കും. നിനക്ക് വേണ്ടപ്പെട്ടവരെ, നീ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരെ വരെ നീ മറന്നു പോകും. പുറത്തോട്ട് പോകുന്നതുവരെ അച്ഛന്റെയും അമ്മയുടെയും സഹായത്തോട് മാത്രമേ ചെയ്യാവൂ. കുറെ നാൾ കഴിയുമ്പോൾ വീടിന്റെ അഡ്രസ്സ് പോലും, നിന്റെ ഫോൺ നമ്പർ പോലും നിനക്ക് ഓർമ്മ കാണില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യമെല്ലാം നിന്റെ അച്ഛനും അമ്മയും അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം ഡോക്ടർ പറയുന്നു. ഡോക്ടർ പറയുന്നതെല്ലാം കേട്ട് നിറ കണ്ണുകളോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് വാണി. എന്നാൽ വാണിയുടെ ഏക ചിന്ത താൻ കൃഷിനെ മറന്നു പോകുമോ എന്നതായിരുന്നു. വാണിയാണെങ്കിൽ ഈ ഒരു കാര്യം എല്ലാവരിൽ നിന്നും മറച്ചു വെക്കുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് കൃഷ് ആണെങ്കിലോ ഹിമാചലിലേക്ക് ഒരു കോൺസെർട്ട് നടത്തുവാനായും പോവുകയാണ്. എന്നാൽ അവൻ ഫോൺ വിളിക്കുന്ന സമയത്ത് വാണി എടുക്കുന്നതേയില്ല. വാണിയുടെ കമ്പനിയാണെങ്കിൽ മറ്റൊരു കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ആ ഒരു കമ്പനി വാണിയുടെയൊക്കെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ് നടത്തുന്നു. അതിൽ ആ ഓഫീസിലുള്ള എല്ലാവരും പങ്കെടുക്കുവാനായും പോയിരിക്കുകയാണ്. വാണിയും അതിൽ പങ്കെടുക്കുവാനായും പോയിട്ടുണ്ട്. വാണിയുടെ കമ്പനിയുമായിട്ട് എഗ്രിമെന്റ് വെച്ച മറ്റൊരു കമ്പനിയില്ലേ, ആ കമ്പനി യഥാർത്ഥത്തിൽ വാണിയെ ചീറ്റ് ചെയ്തിട്ട് പോയ അവളുടെ എക്സ് ബോയ് ഫ്രണ്ടായ മഹേഷിന്റെ കമ്പനിയാണ്. മഹേഷാണ് ആ കമ്പനി ഇപ്പോൾ വാങ്ങാനായും പോകുന്നതും. വാണിയും പാർട്ടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വാണിയെ അവിടെ വെച്ച് മഹേഷ് കാണുന്നു. മഹേഷ് അവളെ തേച്ചിട്ട് പോയതാണെങ്കിലും ക്യാഷ്വലായിട്ട് വന്ന് തന്നെ അവളോട് സംസാരിക്കും. ഹേ വാണി, നിനക്ക് സുഖം തന്നെയല്ലേ? നിങ്ങളുടെ കമ്പനിയും ഞാൻ വാങ്ങാൻ പോവുക, അതിന്റെ പാർട്ടിയായി നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയും. പിന്നെ എനിക്കന്ന് നിന്നെ തേച്ചിട്ട് എന്റെ ആ ഒരു ഹെഡിന്റെ മോളെ കല്യാണം കഴിക്കേണ്ടി വന്നു. പിന്നെ എനിക്ക് അവളെ ഡിവോഴ്സ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പഴയതുപോലെ തന്നെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തു പോകാം. നീ എന്റെ ലവറായിട്ടിരിക്കെ എന്ന് വാണിയോട് ഫ്ലർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കും. എന്നാൽ വാണിക്കാണെങ്കിലോ കാര്യങ്ങളൊന്നും ഓർമ്മയേയില്ല. അവൻ പഴയ അവളുടെ ലവറാണെന്ന് തന്നെയാണ് അവളുടെ മനസ്സിൽ. അവൾ എല്ലാ കാര്യവും മറന്നിരിക്കുന്നു. അവൻ അവളെ ചതിച്ച കാര്യങ്ങൾ വരെ അവൾ മറന്നിരിക്കുകയാണ്. വാണിക്ക് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ലല്ലോ. അവളുടെ മനസ്സിലാണെങ്കിൽ മഹേഷ് അവളുടെ ലവർ തന്നെയാണ്. അവൾ പറയുന്നത്, നീ എന്തായി പറയുന്നത്? നീ വേറെ കല്യാണം കഴിച്ചെന്നു? ഞാൻ വിശ്വസിക്കില്ല. വാ നമുക്ക് പോയി കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് മഹേഷിന്റെ കയ്യിൽ പിടിച്ച് ആകെ ബഹളം. അത് കാണുന്ന മഹേഷ് ആണെങ്കിൽ സെക്യൂരിറ്റിയോട് ഈ പെണ്ണിനെ പിടിച്ച് പുറത്താക്കുവാനായി പറയുന്നു. അങ്ങനെ സെക്യൂരിറ്റി ആണെങ്കിൽ വാണിയെ പിടിച്ച് ആ ഒരു പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയാണ്. അവളുടെ ബാഗ് അവിടെ മിസ്സായി പോയി. വാണി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നു പോകും. എയർപോർട്ടിൽ നിൽക്കുന്ന കൃഷ് ആണെങ്കിൽ ഫോൺ വിളിക്കും. പക്ഷേ ഫോൺ എടുക്കുന്നത് പാർട്ടിയിലുള്ള ബൗൺസർ ആയിരുന്നു. നടന്ന കാര്യങ്ങളെല്ലാം കൃഷിനോട് തുറന്നു പറയും. ഉടനെ തന്നെ കൃഷ് ആ ഒരു ഫ്ലൈറ്റും ക്യാൻസൽ ചെയ്ത് നേരെ ആ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. അവിടെ വന്നപ്പോൾ വാണിയെ കാണുന്നില്ല. പകരം അവളുടെ ബാഗാണ് കിട്ടുന്നത്. ബാഗിനുള്ളിലാണെങ്കിലോ അവളുടെ മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം ഉണ്ട്. റിപ്പോർട്ട് എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ വാണിയുടെ അൽഷൈമർ രോഗത്തിനെ പറ്റി കൃഷിന് മനസ്സിലായി. അവൻ ഹൃദയം നുറുങ്ങുന്ന വേദനയോട് കൂടിയാണ് ആ ഒരു റിപ്പോർട്ട് നോക്കുന്നതും. അതിനുശേഷം അവൻ നേരെ വാണിക്കടുത്തെത്തി. അവന്റെ സംസാരത്തിൽ നിന്നും അവളുടെ അസുഖത്തെ പറ്റി അവൻ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം വാണിക്ക് മനസ്സിലായി. നീ ദയവ് ചെയ്ത്
ചെയ്ത് എന്നെ വിട്ടിട്ട് പോ. ഞാൻ പതിയെ പതിയെ നിന്നെയും മറക്കും. എനിക്കത് താങ്ങാനായും പറ്റത്തില്ല, നിനക്കും അത് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഇവിടെ ഉപേക്ഷിക്കാമെന്നും വാണി പറയും. എന്നാൽ കരഞ്ഞുകൊണ്ട് കൃഷ് അവളോട് പറയും, നീ എത്ര മറന്നാലും നിന്നെ ഞാൻ എല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു ചുമരിനുള്ളിൽ അടഞ്ഞൊതുങ്ങി പോകേണ്ട എന്റെ ജീവിതം പുറത്തേക്ക് കൊണ്ടുവന്ന ആള് നീയാ. അങ്ങനെയുള്ള നിന്നെ ഞാൻ ഒരിക്കലും വിട്ടിട്ട് പോകത്തില്ല. നീ എത്രത്തോളം മറക്കുന്നോ അത്രത്തോളം കാര്യങ്ങൾ ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഓർമ്മയെല്ലാം നഷ്ടപ്പെടുന്നതിന് മുൻപ് ഓർത്തിരിക്കാനായിട്ട് നല്ല കുറച്ച് മൊമെന്റ്സ് വേണ്ടേ? നമുക്ക് കറങ്ങാനായി പോകാമെന്ന് പറഞ്ഞ് അവളെയും കൊണ്ടവൻ ട്രിപ്പിന് പോകുന്നു. അവളാണെങ്കിൽ അത് ഒരുപാട് ആസ്വദിക്കും. അവൾ ഒരുപാട് ഹാപ്പിയായിരുന്നു. അവൾ എന്തൊക്കെ കാര്യങ്ങൾ അപ്പോൾ മറന്നു പോകുന്നു അതെല്ലാം അവൻ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. വാണിയുടെ കൂടെ താങ്ങായി തണലായി എന്തിനും കൃഷി ഉണ്ടായിരുന്നു. അങ്ങനെ കൃഷി പതിയെ പതിയെ ആ ഒരു മ്യൂസിക് ഗ്രൂപ്പിൽ നിന്ന് തന്നെ പുറകോട്ട് വന്നു തുടങ്ങി. അതെല്ലാം വാണിക്ക് മനസ്സിലാകുന്നുണ്ട്. അവൻ ആ കൂട്ടുകെട്ടിൽ നിന്നെല്ലാം പുറത്തേക്ക് വന്ന് വാണിയിൽ തന്നെ ഒതുങ്ങി ജീവിക്കുവാനായും തുടങ്ങി. എന്നാൽ കൂട്ടുകാർക്കാണെങ്കിലോ അത് വല്ലാത്ത പ്രശ്നം. കാരണം അവരുടെ ഗ്രൂപ്പിലെ മെയിൻ സിംഗർ ആയിരുന്നു കൃഷ്. അവൻ പോയതോടുകൂടി അവരുടെ മ്യൂസിക് ബാൻഡ് തന്നെ പുറകോട്ട് പോകുന്ന ഒരു അവസ്ഥയായി. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കിയ വാണി അവനോട് പറയുന്നുണ്ട്, ഇനി വരാൻ പോകുന്നത് പ്രധാനപ്പെട്ട കോൺസെർട്ടാണ് ഡൽഹിയിൽ നടക്കുന്നത്. അതിൽ നീ പങ്കെടുക്കണം. നീ പാടുന്ന പാട്ട് എനിക്ക് കേൾക്കണം. അതെനിക്ക് പുറത്തുനിന്ന് ആസ്വദിക്കണമെന്നും വാണി പറയുന്നു. വാണിയുടെ ആ ഒരു ആഗ്രഹം നിറവേറ്റി കൊടുക്കുവാനായിട്ട് കൃഷ്യം തീരുമാനിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം, അത് വെച്ച് നീ എനിക്കൊരു പാട്ട് തയ്യാറാക്കി തരണമെന്നും വാണിയോട് പറയുന്നു. എന്നിട്ട് അവൻ പറയും, എന്റെ കൂട്ടുകാരന് ഒരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവളും അതുപോലെ തന്നെയാ. എന്നാൽ അവളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും മറന്നു തുടങ്ങി. പതിയെ പതിയെ അവനെയും മറക്കുമെന്ന അവസ്ഥയായി. ഈ ഒരു കാര്യം വെച്ച് നീ എനിക്ക് ഒരു പാട്ട് എഴുതി തരുമോ എന്ന് ചോദിക്കും. അങ്ങനെ വാണി അടിപൊളി ഒരു പാട്ട് അവൻ എഴുതി കൊടുക്കുകയാണ്. ആ ഒരു പാട്ടാണ് അവൻ ആ ഒരു ലൈവ് കോൺസെർട്ടിൽ പാടുവാനായും പോകുന്നത്. അവന്റെ പാട്ട് കേൾക്കുവാനായിട്ട് അവന്റെ അച്ഛനുമുണ്ട്. സ്റ്റേജിൽ കയറുന്നതിന് മുൻപ് തന്നെ വാണിയെ അവൻ ഒന്ന് നോക്കിയിട്ടാണ് കയറുന്നതും. അപ്പോൾ വാണി പറയുന്നുണ്ട്, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാ ഞാൻ കാത്തിരിക്കുന്നതെന്ന്. എന്നിട്ട് അവൻ പാടാൻ പോകുന്നതെല്ലാം അവളാണെങ്കിൽ ഫോണിൽ വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം അവിടേക്ക് ഒരാൾ വരുന്നു. അത് മറ്റാരുമല്ല, അവളുടെ എക്സ് ബോയ് ഫ്രണ്ടായ മഹേഷ് ആയിരുന്നു. മഹേഷ് ഉടനെ തന്നെ വാണിയോട് ചോദിക്കും, ഏയ് നീ എന്താ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? എന്തായാലും ശരി, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് അവനാണെങ്കിൽ അവന്റെ റൂമിലേക്ക് പോകും. അവൾ അപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഈ മഹേഷ് അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്നാണ്. അവൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മറന്നു പോയിരിക്കുന്നു. വാണി മറുത്തൊന്നും പറയുന്നതേയില്ല. വാണിയെ റൂമിലേക്ക് കൊണ്ടുപോയ മഹേഷ് ആണെങ്കിൽ അവളോട് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുവാനായും ശ്രമിക്കും. അവളാണെങ്കിലോ അത് അവളുടെ കാമുകനാണെന്ന് കരുതിയിരിക്കുന്നു. എന്നാൽ മറ്റൊരു വശത്ത് പാട്ട് പാടുവാനായി തുടങ്ങുന്ന കൃഷ് ആണെങ്കിലോ സ്റ്റേജിന് പുറത്ത് വാണിയെ കാണുന്നതേയില്ല. വാണിയെ അവൻ അവിടെയൊക്കെ അന്വേഷിക്കും. ഒടുവിൽ അവൻ മഹേഷിനൊപ്പം റൂമിലിരിക്കുന്ന വാണിയെ കാണുന്നു. മഹേഷ് അവളോട് മോശമായി പെരുമാറുവാൻ ശ്രമിക്കുന്നത് കണ്ട് ഉടനെ തന്നെ കൃഷ് അവനെ എടുത്തിട്ടടിക്കും. എന്നാൽ വാണി കരുതിയിരിക്കുന്നത് മഹേഷ് അവളുടെ കാമുകനാണെന്നും. ഉടനെ തന്നെ കൃഷ്ണനെ പോയി തടഞ്ഞിട്ട് ഒരു കത്തിയെടുത്ത് അവന് നേരെ ചൂണ്ടിയിട്ട്, നീ ആരാ? നിനക്ക് എന്താ പ്രശ്നം? നീ എന്തിനാ എന്റെ ബോയ് ഫ്രണ്ടിനെ തല്ലുന്നത് എന്ന് പറഞ്ഞ് അവൾ പ്രശ്നമുണ്ടാക്കുന്നു. അവൾ എല്ലാ കാര്യവും മറന്നുപോയി എന്നുള്ളത് കൃഷിന് മനസ്സിലായി. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ആ ഒരു മഹേഷിലെ അവനാണെങ്കിൽ അയ്യോ ഇവൾക്ക് വട്ടാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകും. മഹേഷ് ഓടിപ്പോയത് കണ്ട് വാണി അലറിക്കരയുന്നു. അവളെ സമാധാനിപ്പിച്ചത് കൃഷായിരുന്നു. കരഞ്ഞുകൊണ്ടാണ് അവൻ അവളെ സമാധാനിപ്പിക്കുന്നതും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവന്റെ കോൺസെർട്ട് ആണെങ്കിൽ മുടങ്ങിപ്പോവുകയാണ്. ആ ഒരു സങ്കടത്തിൽ അവൻ തിരിച്ചു വരുന്ന സമയം അവനോട് അച്ഛൻ പറയുന്നുണ്ട്, നിന്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ മദ്യപിക്കുവാനായി ആരംഭിച്ചു. ആ ഒരു മദ്യപാനം കാരണം എന്റെ ജീവിതവും പോയി, നിന്റെ ജീവിതവും അത് കാരണം നഷ്ടമായില്ലേ? എനിക്ക് നിന്നെ പോലും ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതുപോലെ ഈ വാണിക്ക് വേണ്ടിയിട്ട് നീ നിന്റെ ജീവിതം കളയരുത്. നിനക്ക് നല്ലൊരു ഭാവിയുള്ളതാണ്. അവളെ കൊണ്ടുവന്ന് അവളുടെ വീട്ടിലാക്കണം. എന്നിട്ട് നിന്റെ സ്വപ്നങ്ങളൊക്കെ നേടാൻ നീ മുന്നോട്ട് പോകണമെന്നും അച്ഛൻ അവനെ ഉപദേശിക്കുന്നു. എന്നാൽ അവൻ വാണിയെ ഉപേക്ഷിക്കുവാനായി തയ്യാറല്ലായിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവളെ താൻ കൂടെ നിർത്തും എന്ന് തന്നെയായിരുന്നു അവന്റെ മനസ്സിലും. അടുത്ത ദിവസം കൃഷി ഉറക്കമുണരുന്ന സമയത്ത് റൂമിൽ വാണിയെ കാണില്ല. പകരം അവിടെ ഒരു ലെറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ അവൾ എഴുതിയിരുന്നത്, പതിയെ പതിയെ ഞാൻ നിന്നെയും മറന്നു തുടങ്ങും. അതിനു മുൻപായിട്ട് ഞാൻ നിന്നിൽ നിന്ന് പോകണം. ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ സ്വപ്നങ്ങൾ നേടുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ഇവിടെ അവസാനിക്കുകയാണ് എന്നായിരുന്നു ആ ലെറ്ററിൽ. അവൾ ആ ഒരു ലെറ്ററും എഴുതി വെച്ചിട്ട് അവനെ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. അവനത് താങ്ങാനായില്ല. എവിടെയൊക്കെ അന്വേഷിച്ചിട്ടും വാണിയെ കണ്ടുപിടിക്കുവാനായും കഴിഞ്ഞില്ല. വാണി അവസാനമായി എഴുതി കൊടുത്ത സെയ്യാറ എന്ന സോങ് അവനാണെങ്കിൽ ഒരു ലൈവ് കോൺസെർട്ടിൽ വന്നെന്ന് പാടും. അവന്റെ ഉദ്ദേശം ഇതെങ്ങനെയെങ്കിലും വാണി അറിഞ്ഞ് അവനടുത്തേക്ക് തിരിച്ചു വരണം എന്നായിരുന്നു. ആ പാട്ട് അവൾ കാണുമെന്നായിരുന്നു അവൻ പ്രതീക്ഷിച്ചതും. അവനടുത്തേക്ക് തിരിച്ചു വരും എന്ന് തന്നെ അവന് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ ഒന്നും തന്നെ നടന്നില്ല. ആ ഒരു പാട്ട് ഹിറ്റായതല്ലാതെ വാണി അവനടുത്തേക്ക് വന്നില്ല.
അങ്ങനെ കുറേ വർഷങ്ങൾ കടന്നുപോയി. കൃഷിന്റെയും കൂട്ടുകാരുടെയും ആ ഒരു മ്യൂസിക് ബാൻഡിലെ ഇപ്പോൾ ലോകമറിയുന്ന മ്യൂസിക് ബാൻഡായി മാറിയിരിക്കുകയാണ്. ഏകദേശം K-pop ലെവലിൽ വരെ എത്തിയിരിക്കുകയാണ്. അവർ അത്രയ്ക്കും ഫേമസ് ആയി. ലണ്ടനിൽ വെച്ച് അവരുടെ ഒരു മ്യൂസിക് കോൺസെർട്ട് നടക്കുവാനായി പോവുകയാണ്. അവന്റെയും അവന്റെ കൂട്ടുകാരുടെയും ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു അതും. കൂട്ടുകാരെല്ലാവരും സന്തോഷമാണ്. എന്നാൽ കൃഷ്ണനാണെങ്കിലോ ഒട്ടും സന്തോഷമില്ല. അവന്റെ ജീവിതമായി കരുതിയിരുന്ന വാണി അവനൊപ്പമില്ല. അതാണ് അവന്റെ ഏക വിഷമവും. അവൻ എവിടെ പോയാലും അവൻ ആദ്യം ചിന്തിക്കുന്നത് വാണിയെക്കുറിച്ച് തന്നെയാണ്. അങ്ങനെ അവർ ലണ്ടനിലേക്ക് എത്തും. ലണ്ടനിലെ ലൈവ് കോൺസെർട്ടിൽ പങ്കെടുക്കുന്നതിന് മുൻപ് തന്നെ അവർക്കൊരു റിഹേഴ്സൽ നടത്തണം. റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ വലിയൊരു ടിവിയിൽ കൃഷിന്റെ സയ്യാറെ പാട്ടില്ലേ, ആ ഒരു പാട്ട് പ്ലേ ചെയ്യുകയാണ്. ആ ഒരു പാട്ടാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് വൈറലായി. ആ ഒരു പാട്ട് ഒരുപാട് പേര് റീൽസ് ഒക്കെ ചെയ്തു. ആ റീൽസ് എല്ലാം അവിടെ പ്രദർശിപ്പിക്കുകയായിരുന്നു. എന്നാൽ അതിലൊരു റീൽസ് ഹിമാലയത്തിൽ നിന്നുള്ളതായിരുന്നു. ആ ഒരു റീൽസിൽ ഒരു പെൺകുട്ടിയുടെ നിറ കണ്ണുകളാണ് കാണിക്കുന്നതും. അത് കണ്ടതും അത് വാണിയുടെ കണ്ണാണെന്ന് കൃഷിന് മനസ്സിലായി. ഉടനെ തന്നെ കൃഷ് ലണ്ടൻ കോൺസെർട്ട് തന്നെ ക്യാൻസൽ ചെയ്തിട്ട് അവൻ ഹിമാലയത്തിലേക്ക് പുറപ്പെടും. വാണി താമസിക്കുന്ന ആ ഒരു ഹോസ്റ്റൽ കണ്ടെത്തി അവിടേക്ക് എത്തിക്കുകയാണ് കൃഷ്. അവിടെ കുറച്ച് പെൺകുട്ടികളുണ്ടായിരുന്നു. പക്ഷേ വാണി അവിടെയില്ല. ആ പെൺകുട്ടികളോട് വാണിയെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ആ പെൺകുട്ടികൾ പറയുന്നത് വാണി ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 3 വർഷമായി കാണും. 3 വർഷവും അവൾ പറയുന്ന ഒരേ ഒരു പേര് കൃഷ് കപൂർ എന്നായിരുന്നു. എന്നാൽ കുറച്ചു നാളുകളായിട്ട് അവൾ എല്ലാം മറന്നിരിക്കുന്നു, പാവമെന്ന് ആ പെൺകുട്ടികൾ പറയും. എന്നിട്ട് വാണി എവിടെയുണ്ട് ആ ഒരു സ്ഥലം കൊണ്ടുവന്ന് കാണിക്കുകയാണ്. വാണി ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരിക്കുന്നു. എന്നാൽ വാണിയെ കണ്ട കൃഷാണെങ്കിൽ അവളുടെ അടുത്തേക്ക് വരും. കൃഷിനെ കണ്ട വാണി നിങ്ങൾ ആരാ എന്ന് ചോദിക്കും. കൃഷാണെങ്കിലോ തന്റെ സങ്കടമെല്ലാം മനസ്സിൽ മറച്ചുവെച്ച് ഞാനൊരു മ്യൂസീഷ്യനാണെന്ന് പറയും. അത് കേട്ട വാണി, ഓ, ഞാനും പണ്ട് ഒരുപാട് എഴുതുമായിരുന്നു, പക്ഷേ എന്നെ കൊണ്ടിപ്പോൾ പറ്റുന്നില്ല, പഴയതുപോലെ ഒന്നും എഴുതാൻ സാധിക്കുന്നില്ല എന്നും സങ്കടത്തോടെ അവൾ പറയും. ഉടനെ തന്നെ കൃഷാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകും. വാ, നിന്നെ ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് അവളെയും കൊണ്ടുപോകുന്നത്. അതൊരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ആയിരുന്നു. മുൻപ് വാണിക്കൊന്നും എഴുതുവാനായുള്ള മോട്ടിവേഷൻ ഇല്ല എന്ന് പറയുന്ന സമയത്ത് കൃഷ് അവളെയും കൂട്ടി ഒരു സ്റ്റേഡിയത്തിലേക്ക് പോകുമായിരുന്നല്ലോ. അതേ സീൻ തന്നെ അവൻ റീക്രിയേറ്റ് ചെയ്യുവാനായും ശ്രമിക്കും. അവളെ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവൻ ഒരുപാട് കാര്യങ്ങൾ അവളോട് പറയുന്നു. വാണിക്ക് പഴയതുപോലെ എഴുതുവാനുള്ള മോട്ടിവേഷൻ കൊടുക്കുക, അത് മാത്രമല്ല അവന്റെ ലക്ഷ്യം. പഴയ അതേ സന്ദർഭം റീക്രിയേറ്റ് ചെയ്ത് അവളിൽ ഓർമ്മ വരുത്തുക, അത് തന്നെയായിരുന്നു അവന്റെ ലക്ഷ്യവും. അവൻ എന്താണോ വിചാരിച്ചത് അത് സക്സസ് ആയിരിക്കുകയാണ്. അവൾ പെട്ടെന്ന് തന്നെ അവനെ നോക്കിയിട്ട് കൃഷ് കപൂർ എന്ന് വിളിക്കും. അതോടുകൂടി അവളുടെ ഓർമ്മയെല്ലാം തിരിച്ചു വന്നിരിക്കുകയാണ്. അത് കൃഷിനും മനസ്സിലായി. രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കും. വാണി എന്തിനാണ് അവനെ വിട്ടിട്ട് പോയതെന്നാൽ അന്ന് ഡൽഹിയിൽ ആ ഒരു കോൺസെർട്ടിൽ പങ്കെടുക്കുവാനായി പോയ സമയത്തല്ലേ മഹേഷുമായിട്ട് ആ ഒരു പ്രശ്നമൊക്കെ അവിടെ നടന്നത്. ആ ഒരു പ്രശ്നം കാരണമാണല്ലോ കൃഷിന് ആ ഒരു കോൺസെർട്ടിൽ പങ്കെടുക്കാൻ പറ്റാതായി പോയതും. അതെല്ലാം വാണി അറിയുകയാണ്. താൻ കൂടെയുണ്ടെങ്കിൽ ഒരിക്കലും കൃഷിന് സക്സസ് ആവാൻ കഴിയില്ല എന്നവൾ ചിന്തിച്ചത് കൊണ്ടാണ് അവനെ വിട്ടിട്ട് പോയതും. എന്നാൽ ഇപ്പോൾ കൃഷാണെങ്കിലോ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനായിട്ടാണല്ലോ നിൽക്കുന്നതും. അങ്ങനെ കൃഷ് പതിയെ പതിയെ അവളുടെ പഴയ ഓർമ്മകളെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണല്ലോ. കൃഷിന് അവന്റെ വാണിയെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ കൃഷും വാണിയും വിവാഹം കഴിക്കുന്നതും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.